മൊട്ടയിലെ അറബി വാക്കുകൾ എഴുതിയ സാധനം കൊണ്ടുവച്ചു, നാണയം കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ അകാരണമായ ഭയത്തിനടിമയായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നേഹിതാവായ ദൈവമേ, ജേനീസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അറിയാവുന്നതിന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈനികളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതനകൾ അതിന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലാൽ ഒരിക്കലും ഞങ്ങളെയും ശുശ്രൂഷകരെയും വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചന പഠനത്തിനും ധ്യാനത്തിനുമായിട്ട് ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഈ അധ്യായം തുടങ്ങുന്ന സമയത്ത് കാവൽ ദൂതന്മാർ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 2-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ദാനിയേലിനെ ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടാകുന്നു. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. 21 ദിവസത്തെ വിലാപം ആചരിക്കുന്നു. കാരണം ദാനിയേൽ അന്ന് പേർഷ്യൻ രാജ്യത്ത് അടിമയായിട്ട് കഴിയുകയാണ്. ആ അടിമയായിട്ട് കഴിയുന്ന സമയത്ത് ദാനിയേൽ പ്രാർത്ഥിക്കുന്നു. 3 ആഴ്ചക്കാലം ദാനിയേൽ വിലാപമായിട്ട് ആചരിക്കുകയാണ്. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസം വീഞ്ഞ് ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 3 ആഴ്ച ഭൗതികമായ ജീവിതശൈലിയിൽ നിന്ന് പിന്മാറ്റം സംഭവിക്കുന്നു. രുചികരമായ ഭക്ഷണം കഴിച്ചില്ല, മാംസം കഴിച്ചില്ല, വീഞ്ഞ് ആസ്വദിച്ചില്ല, സുഗന്ധലേപനം നടത്തിയില്ല. ഈ ശുശ്രൂഷയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കത്തോലിക്ക സഭയിലെ ദാനിയേൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. ദാനിയേൽ അന്ന് ഒരു ആത്മീയമായ പോരാട്ടം നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് വേണ്ടി, വിമോചനം കിട്ടുന്നതിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ദാനിയേൽ ഫാസ്റ്റിംഗ്. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, ടൈഗ്രീസ് നദിയുടെ കരയിൽ ദാനിയേൽ നിൽക്കുകയായിരുന്നു. 5-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ, അല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകൻ കണ്ണുയർത്തി നോക്കിയ സമയത്ത് ചണവസ്ത്രവും ഊഫോസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരുമ്പൽ പോലെയായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. ദാനിയേലും സ്നേഹിതരും ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിൽക്കുന്ന സമയത്ത് ബൈബിളിൽ ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കപ്പെടുന്ന ഒരു നദിയാണ് ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നൊക്കെ പറയുന്നത്. ഈ ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിൽക്കുന്ന സമയത്താണ് ദാനിയേൽ ഒരു ദർശനം കാണുന്നത്. ആ ദർശനം എങ്ങനെയാണ്: ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവൻ, അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരുമ്പൽ പോലെയും ആയിരുന്നു. ഒരു ദൈവദൂതനെ കാണുകയാണ്. ആ ദൈവദൂതൻ്റെ വേഷവും വസ്ത്രവിധാനങ്ങളൊക്കെയാണ് പരാമർശിക്കുന്നത്. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. ഈ ദർശനം കാണുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്ന സമയത്ത് ആത്മീയമായ ഉയർച്ച പ്രാപിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മാത്രമാണ് ഈ ദർശനങ്ങൾ കാണുന്നത്. മറ്റുള്ളവർക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടി ഒളിച്ചു. അവർ ദർശനം കണ്ടില്ലെങ്കിലും അവർക്ക് ഒരു ഭയം വന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി ഒളിച്ചു.
അങ്ങനെ തനിച്ചായി ഞാൻ ഈ മഹാദർശനം കണ്ടു, എൻ്റെ ശക്തി ചോർന്നുപോയി. ദൈവദൂതനെ കണ്ട സമയത്ത് ദാനിയേൽ പറയുന്നു, എൻ്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റിയില്ല. എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി, എൻ്റെ ശക്തി അറ്റു. മുഖം മാറിപ്പോയി, ഭയന്നുപോയി, ശക്തി അറ്റുപോയി. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയറ്റ് നിലംപതിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ദാനിയേൽ തനിച്ചാകുന്നു, ദർശനം കാണുന്നു. 2, ആ ദർശനം കണ്ടപ്പോൾ ശക്തി ചോർന്നു പോയി. 3, മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. 4, ശക്തിയറ്റു. അത് കഴിഞ്ഞിട്ട് പറയാണ്, അവൻ്റെ സ്വരം കേട്ട വഴിക്ക് ഞാൻ പ്രജ്ഞയറ്റ് നിലംപതിച്ചു. ബോധമൊക്കെ പോയി, നിലത്ത് വീണു. ദൈവദൂതനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവദൂതന്റെ സാമീപ്യത്തിൽ മനുഷ്യന്റെ ഭൗതികമായ ശക്തി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്ന ശാരീരിക ശക്തിയെല്ലാം നഷ്ടപ്പെടുകയും ദൈവദൂതൻ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് മനുഷ്യന്റെ ദൈവദൂതന്റെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു, അവർ എന്നെ എഴുന്നേൽപ്പിച്ചു. വീണുപോയ ദാനിയേലിനെ ഒരു കൈ പിടിച്ച് ഉയർപ്പിച്ചു. വിറയലോടെ ആണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. വിറച്ചിട്ടാണ് നിൽക്കണമെങ്കിൽ, ഇപ്പോൾ കള്ളനെ പോലീസ് പിടിച്ച് തല്ലാനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ കള്ളൻ വിറച്ച് നിൽക്കുന്ന പോലെ ദൈവദൂതന്റെ മുൻപിൽ ദാനിയേൽ വിറച്ചുകൊണ്ട് നിൽക്കുന്നു. മുട്ടും കൈയും ഊന്നി നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. ദാനിയേല് ഭയന്ന് നിൽക്കുകയാണ്. നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വീഴുന്നവർ തോന്നുന്ന സമയത്ത് പറയുന്നു, എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ് പറയുന്നത്. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അതുവരെ കൂനി ഒക്കെയാണ് നിന്നെങ്കിൽ ദൈവമാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചെന്ന് പറഞ്ഞ സമയത്ത് ദാനിയേൽ നിവർന്ന് നിൽക്കുന്നു. അവൻ പറഞ്ഞു, ദാനിയേലെ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന് മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ദാനിയേൽ 21 ദിവസമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യുത്തരം കിട്ടാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ദൈവദൂതൻ കടന്നു വന്ന സമയത്ത് ദാനിയേൽ സുബോധം നഷ്ടപ്പെട്ട്, പ്രജ്ഞ നഷ്ടപ്പെട്ട്, ശക്തി ചോർന്നു പോയി, നിലത്ത് വീണു. പിടിച്ചെഴുതുന്ന സമയത്ത് പറയുന്നത്, ശരിയായ അറിയുന്നതിന്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശരിയായ ഒരു ഉത്തരം കിട്ടുന്നതിന് അറിയുന്നതിന് വേണ്ടി നീ ദൈവത്തിന് മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം കിട്ടാത്തത് നമ്മുടെ ജീവിത ശൈലിയിൽ നിന്നോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എളുപ്പപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. നീ നിന്നെ തന്നെ എളുപ്പപ്പെടുത്തിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്കെല്ലാവർക്കും ബാധകമായിട്ടൊരു കാര്യമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ എന്നൊക്കെ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എളിമപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് പട്ടുവസ്ത്രങ്ങളും വില കൂടിയ വസ്ത്രങ്ങളിൽ നിന്ന് പിന്മാറുന്നു. ഇവിടെ പറയുന്നുണ്ട്, സുഗന്ധലേപനം നടത്തിയില്ല. സാധാരണ രീതിയിൽ ആളുകളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് മേത്തൊക്കെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം പരിപാടികൾക്കൊന്നും പോവാതെ, അല്ലെങ്കിൽ മാംസം, വീഞ്ഞ്, അല്ലെങ്കിൽ മദ്യപാനം, ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങി നിൽക്കുന്ന സമയത്ത്, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ സ്വയം എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യും. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ദാനിയേൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഒരു ദൂതനെ ദാനിയേലിന്റെ അടുത്തേക്ക് അയച്ചു. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. ഇനി വലിയൊരു ആത്മീയ രഹസ്യം പറയാണ്. ഞാനിവിടെ എത്താൻ വൈകിയതിന്റെ കാരണം നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് എന്നെ അയച്ചു. പക്ഷെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്ന് പോരാടി. അപ്പൊ ദാനിയേൽ പേർഷ്യ രാജ്യത്താണ്. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ കാവൽ, തിന്മകളുടെ ശക്തിയുടെ കാവലിൽ നിൽക്കുന്ന ഒരു രാജ്യം. ഡിമോണോളജി പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കാണുന്നതാണ് ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ് എന്നൊരു പദപ്രയോഗം. ഏതെങ്കിലും ഒരു പ്രദേശം തിന്മയുടെ ശക്തികൾക്ക്, സാത്താന്യ ശക്തികൾക്ക്, പൈശാചിക ശക്തികൾക്ക്, ബൈബിളിൽ ബെൽസെബൂൽ, മാമോൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പേരുകളിൽ പറയുന്ന ശക്തികൾക്ക് ഏതെങ്കിലും പ്രദേശം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയുടെ ഒരു ദുസ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വിശദീകരിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടുകയും ചെയ്യും.
പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ സ്ഥലത്തെ ഒന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഇടവകപ്പള്ളിയിലെ വികാരിയച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെഞ്ചരിക്കുക. ആ സ്ഥലത്തിൻ്റെ വിശദീകരണം സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവിടുന്ന് വരുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുക്കുകയും ചെയ്യും. സോളമൻ ജെറുസലേം ദേവാലയം നിർമ്മാണത്തിൻ്റെ പൂർത്തിയായതിനു ശേഷം നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. ഇവിടെ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം കണ്ണും കാതും ചെവി ചായച്ച് കേട്ട് പ്രത്യുത്തരം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ, പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ദുഷ്ടാരൂപികൾ ദൈവദൂതനെ തടഞ്ഞു നിർത്തി. 21 ദിവസം തടഞ്ഞു നിർത്തി. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിന് എത്തി. എന്നിട്ട് ഈ ദൂതൻ പറയാണ്, മിഖായേൽ ദൂതൻ കടന്നു വന്ന് എന്നെ സഹായിക്കാനായിട്ട് കടന്നു വന്നു. നമ്മൾ 3 മുഖ്യ ദൂതന്മാരെ കുറിച്ച് എപ്പോഴും ബൈബിളിൽ നമ്മൾ കാണാറുണ്ട്. ദൈവിക സന്ദേശം മനുഷ്യരിലേക്ക് കൊണ്ടുവരുന്ന ഗബ്രിയേൽ ദൈവദൂതൻ, മറിയത്തോട് സംസാരിക്കാനായിട്ട് കടന്നു വരുന്നത്, ജോസഫിനോട് സംസാരിക്കാനായിട്ട് കടന്നു വരുന്നത് ഗബ്രിയേൽ ദൈവദൂതനാണ്. ദൈവിക സന്ദേശമായിട്ട് കടന്നു വരുന്നത്. തോബിത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, റഫായേൽ ദൈവദൂതൻ കടന്നു വരുന്നു. രോഗികൾക്ക് സൗഖ്യം, പൈശാചിക ബാധയിൽ നിന്ന് വിടുതൽ, ഇതിനൊക്കെ സഹായിക്കുന്നത് റഫായേൽ ദൈവദൂതനാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് പള്ളിയിലെ സെയിൻറ്റ് ആൻ്റണീസ് പള്ളി എന്നാണ് പേരെങ്കിലും അവിടെ മുഖ്യമായ പ്രാർത്ഥന നടക്കുന്നത് റഫായേൽ ദൈവദൂതനാണ്. മാലാഖയുടെ പെരുന്നാൾ എന്നാണ് അവിടുത്തെ പെരുന്നാളിനെ പറയുന്നത്. ദൂതന്മാരുമായിട്ടുള്ള ബന്ധം, മുഖ്യ ദൂതന്മാരായ റഫായേൽ, മിഖായേൽ, ഗബ്രിയേൽ. ഇവിടെ ദൈവം ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായിട്ട് ദൂതനെ അയക്കുന്നു. ദൂതനെ 21 ദിവസം ഒരു ദുഷ്ടാരൂപി തടഞ്ഞു നിർത്തുന്നു. ആ ദുഷ്ടാരൂപിയുമായിട്ടുള്ള പോരാട്ടം മിഖായേൽ നേരിട്ട് വന്ന് സ്വർഗീയ സൈന്യങ്ങളുടെ തലവനായ മിഖായേൽ വന്ന് ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുക്കുന്ന സമയത്ത് ദൂതനെ ദാനിയേലിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് സാധിക്കുന്നു. ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് സഭയിൽ പ്രചാരത്തിലിരിക്കുന്ന മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലിയത്. മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി, അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന ആളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പൊ മിഖായേൽ ദൂതൻ ഈ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ നിൽക്കുന്ന ദുഷ്ടാരൂപികളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ദൈവം അയച്ച ദൂതനെ ദാനിയേലിനോട് സന്ദേശം അറിയിക്കാൻ വേണ്ടി അയക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ദർശനം, ഭാവിയെ സംബന്ധിച്ചുള്ള ദർശനം ദാനിയേലിനോട് പറഞ്ഞു. അവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു. കണ്ണുകൾ കൊണ്ട് കാണാത്ത ദുഷ്ടാരൂപികൾ, ഒരു ദേശത്തിന് വേണ്ടി ദുഷ്ടാരൂപികൾ പൊരുതുന്നു. ആ പൊരുതുന്ന സമയത്ത് ദൈവിക സന്ദേശം എത്തിക്കാൻ ദൈവം ദൂതന്മാരെയും മുഖ്യദൂതന്മാരെയും അയക്കുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത അദൃശ്യ ലോകത്തിലെ അദൃശ്യ ശക്തികളെ ആത്മീയമായ അകക്കണ്ണുകൾ തുറക്കപ്പെടുന്ന സമയത്ത്, വിശ്വാസ കണ്ണുകളോടുകൂടി നോക്കുന്ന സമയത്ത് അത് കാണുവാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ആർക്കെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ദൂതന്മാരെ കുറിച്ചും അരൂപികളെ കുറിച്ചും ഒക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോവുകയും കണ്ണുകൾ കൊണ്ട് കാണാത്ത മാലാഖമാരെ, ദൂതന്മാരെ, അരൂപികളെയൊക്കെ വിശ്വസിക്കാനുള്ള കൃപ ഈ പ്രോഗ്രാം കാണുന്ന മുഴുവൻ ആളുകൾക്ക് ലഭിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിന്റെ നാമം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാമം പറയട്ടെ യേശു മാത്രം കർത്താവ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി കർത്താവെ ദൈവജനത്തിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ പോലെയുള്ളവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. ഇപ്പൊ ദാനിയേലിന് സംസാരിക്കാൻ പറ്റാതിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവദൂതൻ കടന്നു വന്ന് ദാനിയേലിന്റെ അധരങ്ങളെ സ്പർശിക്കുന്നു. ഞാൻ വായ തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് നിന്നവരോട് ഞാൻ പറഞ്ഞു, പ്രഭോ, ദർശനത്തിൽ ഞാൻ വേദന അനുഭവിക്കുന്നു. ദൈവദൂതനെ പ്രഭോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ദർശനം കണ്ടുകൊണ്ട് ഞാൻ കഠിനമായ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസനങ്ങളോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ദൈവദൂതന്റെ സാന്നിധ്യവും സാമീപ്യവും ദൈവദൂതന്റെ സ്വരമൊക്കെ കേട്ട സമയത്ത് മാനുഷികമായ ശക്തിയിലുണ്ടായിരുന്ന ദാനിയേലിനെ ശക്തി നഷ്ടപ്പെടുന്നു, ശ്വാസം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മരിച്ചവനെ പോലെ പോകുന്നു. പലപ്പോഴും ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ആളുകൾ ആത്മാവിന്റെ ശക്തിയുടെ പകർച്ച സംഭവിക്കുന്ന സമയത്ത് മയങ്ങി വീണ്
ശക്തിയൊക്കെ നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകാറുണ്ട്. ഇതേ അനുഭവം തന്നെയാണ് ദാനിയേലിനും സംഭവിക്കുന്നത്. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച ശക്തി പാർന്നു. അതുകൊണ്ട് തന്നെ ദാനിയേലിന്റെ ശക്തി നഷ്ടപ്പെട്ട് തളർന്നവനെ പോലെയായ സമയത്ത് വചനം പറയുന്നു, മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ അല്ലെങ്കിൽ ദൈവദൂതൻ എന്നെ സ്പർശിച്ച് ശക്തി പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവനെ മനുഷ്യൻ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ബൈബിളിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആവർത്തിക്കപ്പെടുന്ന വാക്കുകളാണ് ഇത്. ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ദൈവദൂതൻ കടന്നു വരുന്ന സമയത്ത് ജനത്തിന് ഭയം വരുന്നു. യേശു കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്ന സമയത്ത് പറയുന്നുണ്ട്, ഭൂതം എന്നാണ് യേശുവിനെ പോലും വിളിക്കുന്നത്. കാരണം വെള്ളത്തിന്റെ മുകളിലൂടെ യേശു കടന്നു വരുന്നവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ചിന്താഗതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂതത്തെ കണ്ട മനുഷ്യൻ ഭയപ്പെടും. അതുകൊണ്ട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. അകാരണമായ ഭയം അനുഭവപ്പെടുന്ന ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണമില്ലാതെ പേടിക്കുക. നടന്നു പോകുന്ന സമയത്ത് പിന്നിൽ ആരോ നടന്നു വരുന്നതായിട്ട് തോന്നുക, അല്ലെങ്കിൽ വീടിന്റെ ജനലിലൂടെ നോക്കുന്ന സമയത്ത് വാഴയില അനങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരച്ചില്ലകൾ അനങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ, ഭൂതമുണ്ടോ, പ്രേതമുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അകാരണമായ ഭയം മൂലം അസ്വസ്ഥ അനുഭവപ്പെടുന്ന ആളുകൾക്ക് കർത്താവേ ഈ നിമിഷം മോചനം നൽകി അവരെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇത്തരം വ്യക്തികൾക്ക് അവരുടെ കാവൽ ദൂതന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും ദൈവിക ദൂതന്മാരുടെയും വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. ബൈബിളിൽ കൂടെ ആവർത്തിക്കുന്ന മറ്റൊരു വാക്കാണ് ശക്തനും ധീരനുമായിരിക്കുക. ജോഷുവയോട് മോശ പറയുന്ന ഒരു അനുഗ്രഹമാണ് ശക്തനും ധീരനുമായിരിക്കുക. അനാവശ്യമായ ഭയത്തിന്റെ സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഒരു കാരണമില്ലാതെ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ഭയത്തിൽ നിന്നുള്ള പരിപൂർണമായ മോചനം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭു സംസാരിച്ചേ. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം എന്നീ രണ്ട് തിരുവചനങ്ങൾ പറഞ്ഞ സമയത്ത് ദാനിയേല് പ്രവാചകനാണെങ്കിൽ പോലും എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു. ഈ രണ്ട് വാക്കുകൾ കേട്ടപ്പോഴാണ് ശക്തി പ്രാപിച്ചത്, ഭയം നീങ്ങിപ്പോയത്. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ഈ രണ്ട് വാക്കുകൾ കേട്ട സമയത്ത് ദാനിയേൽ ശക്തി പ്രാപിക്കുന്നു. പ്രഭു സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരുന്നു. തിരുവചനം കേട്ട സമയത്ത് ശക്തി പ്രാപിക്കുന്നു. പല ആളുകളും ഭയന്ന് മെന്റൽ ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നു. അത് പലപ്പോഴും ഒരു പൈശാചിക പീഡയുടെ ഫലമായിട്ടുണ്ടായിരുന്ന ഡിപ്രഷനിലേക്ക് പോകുന്നു. ചില ആളുകൾ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട ഡിപ്രഷനിലേക്ക് പോകുന്നു. പലവിധ മരുന്നുകൾ കഴിക്കുന്നു. പല ആളുകൾക്കും മരുന്ന് കഴിച്ചിട്ട് വിടുതൽ കിട്ടാതിരിക്കുന്നു. എന്നാൽ ദൈവ സാന്നിധ്യവും തിരുവചനത്തിന്റെ ശക്തിയും മനസ്സിലാക്കുന്ന സമയത്ത് ദാനിയേലിനോട് ദൈവദൂതൻ സംസാരിച്ചപ്പോൾ, പ്രഭു സംസാരിച്ചപ്പോൾ അങ്ങ് എന്നെ ശക്തനാക്കിയിരുന്നു. ദൈവദൂതന്റെ സ്വരം കേട്ട സമയത്ത് ദാനിയേൽ ശക്തനായി മാറി. ഇന്ന് ഇതേ തിരുവചനം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ആവർത്തിക്കുകയാണ്, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ദുഷ്ടാത്മാക്കളെക്കുറിച്ച്, ദുരാത്മാക്കളെക്കുറിച്ച്, പൈശാചിക പീഡകളെക്കുറിച്ച്, സാത്താന്യ ശക്തികളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും മന്ത്രം ചെയ്തു, കൂടോത്രം ചെയ്തു, ചെമ്പുതകട് കൊണ്ട് കുഴിച്ചിട്ടു, മുട്ടയിലെ അറബി വാക്കുകൾ എഴുതിയ സാധനം കൊണ്ടുവച്ചു, നാണയം കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ അകാരണമായ ഭയത്തിനടിമയായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അകാരണമായ ഭയം നീങ്ങിപ്പോട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അവരിൽ ആന്തരികമായ സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, ഭയം എടുത്തു മാറ്റി ജനത്തിനെ ശക്തനും ധീരനുമാക്കി ശത്രുവിനെ നേരിടാനുള്ള കരുത്ത് നൽകണമെന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോവുകയാണ്. പേർഷ്യ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ദുഷ്ടാരൂപികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദൂതൻ മടങ്ങിപ്പോവുകയാണ്. ഈ സന്ദേശം അയക്കാൻ വേണ്ടി മിഖായലിനെ യുദ്ധം ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ദൂതൻ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിന്റെ കാവൽ ദൂതൻ വരും. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ യവന രാജ്യത്തിന്റെ കാവൽ ദൂതൻ, അവിടെ വേറെ ഒരു സംഘം ദുഷ്ടാരൂപികൾ, ആ ദുഷ്ടാരൂപികൾ കടന്നു വരുന്ന സമയത്ത് അവരോട് പോരാട്ടം ഉണ്ടാകും. സത്യത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. അത് കഴിഞ്ഞിട്ട് പറയാണ്, സത്യത്തിന്റെ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ തിരുവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്,
ദൈവം മനുഷ്യനോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ദാനിയേലിന് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. അതെന്താണെന്ന് ദൈവദൂതൻ പഠിപ്പിക്കുന്നു. നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തുനിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. ഈ ദുഷ്ടശക്തികൾക്കെതിരെ, അല്ലെങ്കിൽ യവന രാജ്യത്തിന്റെ കാവൽ ദൂതൻ, പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ എന്നൊക്കെ പറയുന്ന ദുഷ്ടശക്തികള്, തിന്മയുടെ ശക്തികൾ, ദുരാത്മാക്കൾക്കെതിരെ പടപൊരുതുവാൻ, ആ പടപൊരുതുവാൻ വേണ്ടി മിഖായേലും മിഖായേലിന്റെ സൈന്യവുമാണ് സഹായിക്കുന്നത്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൂതന്മാരിൽ ഒരു വിഭാഗം ദൈവത്തിനെതിരെ ഒരു സംഘർഷത്തിന് ഒരുങ്ങുന്നു. മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള സ്വർഗീയ സൈന്യം അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്നു. ദൈവിക ദൂതന്മാരിൽ 1/3 സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവർ സ്വാഭാവികമായിട്ടും ഭൂമിയിലേക്ക് പതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഈ പോരാട്ടം നമ്മുടെ വ്യക്തി ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങൾ പലപ്പോഴും വിജാതീയരായ ദേവീദേവന്മാർക്ക് സമർപ്പിക്കപ്പെട്ട നഗരങ്ങൾ, പട്ടണങ്ങൾ ഒക്കെ എല്ലാ രാജ്യങ്ങളിലും ദേശങ്ങളിലുമുണ്ട്. അത്തരം പട്ടണങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ക്രയവിക്രയമൊക്കെ ചെയ്യുന്ന സമയത്ത് തിന്മയിലേക്ക് വഴുതി വിടുവാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടകലർന്ന് ജീവിക്കുന്ന സമയത്ത്, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന സമയത്ത് ദൈവിക ദൂതന്മാരുടെ സംരക്ഷണത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ തൊഴിൽ മേഖലയും ബിസിനസ് മേഖലയും കുടുംബം, വീട് എല്ലാം ഒരു ദൈവിക സംരക്ഷണത്തിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ചില പ്രദേശങ്ങൾ, ചില ഇടങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ഈ പെരിങ്ങോട്ടുകര, അന്തിക്കാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ചാത്തൻ സേവാ മഠം അല്ലെങ്കിൽ പൈശാചിക ശക്തികൾക്ക് സമർപ്പിക്കപ്പെട്ട് ഈ ഭൂമിയിൽ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില ദുർപൂജകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവർ വിശ്വാസ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലവിധ പ്രലോഭനങ്ങളും പ്രയാസങ്ങളും അവർക്കുണ്ടാകും. ഇല്ലെങ്കിൽ പലതരത്തിൽ പലയിടങ്ങളിൽ ഇത് സംഭവിക്കുന്നു. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആരെങ്കിലും വ്യക്തികൾ, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ വീഴ്ച അവർക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അവർ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കട്ടെ. ദൈവിക ദൂതന്മാർ, മാലാഖമാർ കടന്നു വന്ന് ഈ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ സ്വാധീനമുള്ള മേഖലയിൽ വസിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ ദൈവിക സംരക്ഷണം നൽകി അവരെ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ചൊല്ലിയ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന പരിചിതമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇത് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതനകൾ അത്തനതിന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ഞങ്ങളെയും ശുശ്രൂഷകരെയും വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അകാരണമായ ഭയത്തിൽ നിന്ന് മോചനമുണ്ടാകട്ടെ. വചനം പറയുന്ന പോലെ ശക്തനും ധീരനുമായിരിക്കട്ടെ. ദൈവദൂതന്മാർ നിങ്ങളുടെ അധരങ്ങളിൽ തൊടുകയും ദൈവവചനം നിങ്ങളുടെ നാവുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യട്ടെ. നിങ്ങളൊരു പുതു സൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.